friends, welcome back to our channel. Sorry Zone. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എഗ് ബോയിലർ ഉപയോഗിച്ച് എഗ് ബോയിൽ ചെയ്യുക എന്നതാണ്. ഇതൊരു എഗ് ബോയിലർ ആണ്. നമ്മൾ ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് എഗ് കുക്കർ. 360 വാട്ടിൻ്റെയാണ്. ഇതാണ് എഗ് ട്രേ. ഇതിൽ നമുക്ക് 7 മുട്ട വെക്കാൻ പറ്റും. എഗ് ബൗളാണിത്. ഇതിൽ ബുൾസയും ഓംലെറ്റും എല്ലാം ആക്കാൻ പറ്റും. ഇതാണ് മെഷറിംഗ് കപ്പ്. ഇതിൽ ഹാർഡ് എന്നുണ്ട്, സോഫ്റ്റ് എന്നുണ്ട്, മീഡിയം എന്നുണ്ട്. ഹാർഡായിട്ടാണ് നമുക്ക് മുട്ട പുഴുങ്ങേണ്ടതെങ്കിൽ ഇത് ഹാർഡ് എന്ന് ഇതുവരെ വെള്ളം നിറയ്ക്കണം. മുട്ടയ്ക്ക് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഒരു നീഡിലുണ്ട്, എഗ് നീഡിൽ. ഇതുകൊണ്ട് മുട്ടയ്ക്ക് ഹോൾ ഇടാൻ പറ്റും. ഇതാണ് ടോപ്പ് ലിഡ്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് മുട്ട പുഴുങ്ങുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് പുഴുങ്ങുന്നത്. അതിനായി ഞാൻ ഈ മെഷറിംഗ് കപ്പിൽ ഹാർഡ് എന്ന് എഴുതിയത് വരെ വെള്ളം എടുക്കുക. കാരണം മുട്ട നമുക്ക് കൂടുതലായി പുഴുങ്ങണം. ഇപ്പോൾ ഹാർഡ് എന്ന് എഴുതിയത് വരെയാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഈ എഗ് കുക്കറിലേക്ക് നമുക്കിത് ഒഴിക്കാം. ഇനി ഈ ട്രേ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇതിൽ 7 എണ്ണം വെക്കാൻ പറ്റുമെങ്കിലും നമ്മൾ 2 വെക്കുന്നുള്ളൂ. ഇനി നമ്മൾ മുട്ട വെക്കാൻ പോക്കാണ്. ഇത് വെക്കുമ്പോൾ ചെറിയ ഭാഗം താഴെയും വലിയ ഭാഗം മുകളിലുമാണ് വെക്കേണ്ടത്. ഇനി ഈ മുട്ടയ്ക്ക് ഹോൾ ഇടാനായിട്ട് ഈ മെഷറിംഗ് കപ്പിൻ്റെ അടിയിലുള്ള ഈ എഗ് നീഡിലിനെ കൊണ്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക വേണ്ടു. ഇനി നമ്മളുടെ ടോപ്പ് ലിഡ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഓൺ ചെയ്യുക. ഇനി നമുക്ക് 7 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് 7 മിനിറ്റ് കഴിഞ്ഞ അപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. ഇതിപ്പോൾ 7 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ടുണ്ട്. ഇനി ഈ മുട്ട നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് മുട്ട. ഇനി നമുക്കിത് പൊളിക്കാം. ഇതിപ്പോൾ എളുപ്പത്തിൽ പൊളിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ ഹോൾ ഇട്ടുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ പൊളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ മുട്ട എടുത്തോ.
നമ്മൾ നേരത്തെ എഗ്ഗ് പുഴുങ്ങിയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ പീച്ച്ഡ് എഗ്ഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുമുണ്ട്. ഇനി മെഷറിംഗ് കപ്പിൽ ഞാൻ ഇത്ര വെള്ളം എടുത്തിട്ടുണ്ട്, ഹാർഡ് എന്നത് ഇതുവരെ. ഇവിടെ നമ്മൾ ട്രേ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ഒഴിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ എഗ്ഗ് ബൗളിലേക്ക് മാറ്റലാണ്. ഇനി ഇത് ഈ ട്രേൻ്റെ മുകളിലാണ് വെക്കേണ്ടത്. ഇനി ടോപ്പിൽ ലിഡ് വെച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് പവർ ഓൺ ചെയ്യാം. ഇനി ഓഫ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിട്ടുണ്ട്. ഈ നമ്മൾ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം നമ്മൾ നല്ലോണം നല്ല വൃത്തിക്ക് ഈ ഓംലേറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ എഗ് നീഡിലിനെ കൊണ്ട് ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. If you like this channel, please subscribe. E channel is Tamai Unkiel subscribe Shayu.